സർ, ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശേഷം വരുന്നത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ UDF മുന്നണിക്ക് എറണാകുളം ജില്ലയിൽ ഒരു അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പുതിയ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ 2020 പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരുടെ മുന്നണിയിലേക്ക് അവർ കൊണ്ടുവരണം എന്നൊരു നീക്കുപോക്ക് നടക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ 2020 ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020ആണ്. അപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കിഴക്കമ്പലം എന്ന് പറയുന്നത് PV ശ്രീരജൻ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ CPMകാരനായിട്ട് നിന്ന് ജയിച്ചിരിക്കുന്ന അദ്ദേഹം MLA ആയിരിക്കുന്ന സ്ഥലം. അദ്ദേഹം ജയിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് തന്നെ അവിടെ പരസ്പരം കാലുവലിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ PV ശ്രീരജനെ പോലെയൊക്കെ ഉള്ളവർ അവിടെ MLA ആയിരിക്കുന്ന അവസരത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ചൊക്കെ ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഘടകകക്ഷിയാകാനായി കൂടെ നിർത്താനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് 2020. കോൺഗ്രസ് കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. അത് VD സതീശനുമായിട്ടുള്ള ഒന്നാം വട്ട ചർച്ചയോ രണ്ടാം വട്ട ചർച്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഗുരുതര ആരോപണം കിഴക്കമ്പലം പഞ്ചായത്തിനെതിരെ 2020-ക്കെതിരെ ബെന്നി ബെഹനാൻ നടത്തുന്നത് എത്ര കണ്ട് ശരിയാണ്? ഈ കോൺഗ്രസിലെ മൂപ്പിളമ തർക്കമുണ്ട്. ബെന്നി ബെഹനാൻ അത് നടത്തുമ്പം തീർച്ചയായിട്ടും കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ചാലക്കുടി MP എന്നുള്ള നിലയിൽ ബെന്നി ബെഹനാനുണ്ട്. ബെന്നി ബെഹനാൻ അത് ചെയ്യുകയും വേണം. പക്ഷെ മറിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, കൈതോലപ്പായ ആരോപണം ഗംഭീരമായിട്ട് വന്നു. കെട്ടുകണക്കിന് നോട്ടുകൾ കൈതോലപ്പായ പൊതിഞ്ഞ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയെന്നും അതിൻ്റെ പുറകിലുള്ള നേതാവിൻ്റെ പേരും ഒക്കെ ഇങ്ങനെ പത്രക്കാർ ഇഷ്ടം പോലെ ചർച്ച ചെയ്താണ്. അതുപോലെ വേറെ ഒത്തിരി അഴിമതി ആരോപണങ്ങൾ എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ച് പല രംഗത്തു നിന്നും വരുന്നുണ്ട്, വ്യവസായ വകുപ്പിലും മറ്റു വകുപ്പിലുമൊക്കെ. ഇതിനെക്കുറിച്ചൊന്നും പത്രസമ്മേളനം നടത്താനില്ലാത്ത, അല്ലെ ഒന്നും പറയാത്ത, അവിടെയെല്ലാം മൗനം പാലിച്ച ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്. പ്രമുഖ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതാണ് ബെന്നി ബെഹനാൻ, A ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്. ഈ ബെന്നി ബെഹനാൻ ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പെട്ടെന്ന് അഴിമതിക്കെതിരെ എറണാകുളം ജില്ലയിൽ കുരിശുയുദ്ധം നടക്കാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശത്രു ആരെന്നറിയോ? അഴിമതിയുടെ ശത്രുക്കാരൻ ആരെന്നറിയാവോ? ഒരു പഞ്ചായത്താണ്. ഒരു പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന 2020 എന്നുള്ള പാർട്ടിയാണ്. അതിൻ്റെ മുതലാളിയാണ് സാബു ജേക്കബിന്. എന്തുവാട്ടെ, അപ്പോൾ ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ബെന്നി ബെഹനാൻ അഴിമതി വിരുദ്ധ കുരിശുയുദ്ധം നടത്താൻ പോകണം. രാജീവിൻ്റെ ഇതിനെപ്പറ്റി എന്തിനാ പറയാതിരുന്നത്? മറ്റ് മന്ത്രിമാർക്കെതിരായിട്ട് ആരോപണം വന്നിട്ടുണ്ട്. ഇവിടെ കലൂർ സ്റ്റേഡിയം കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ട വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി ബെന്നി ബെഹനാൻ ഉണ്ടായിട്ടില്ലേ? എറണാകുളം ജില്ലയുടെ പ്രസ്റ്റീജിയസ് ഇതാണ് കലൂർ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അത് കൊണ്ടുപോയി കൈമാറാമെന്ന് നമ്മൾ നശിപ്പിച്ച് കാശ് മേടിച്ച് പുട്ടടിച്ച പാർട്ടികൾ, അതിനെപ്പറ്റി മിണ്ടണ്ടേ? അതിനെപ്പറ്റി ബെന്നിക്കൊന്നും മിണ്ടാനില്ലേ? എന്തേ അങ്ങനെ? അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ്, അകത്ത് നിന്നുകൊണ്ട് പാര വയ്ക്കുക. ഇപ്പോൾ ഇവിടെ സതീശൻ്റെ ഒരു ടാർഗറ്റാണ്. അതെ, അദ്ദേഹം തന്നെയാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ഈ ഒരു നമ്മൾ പറയുന്നത് ഒരു റിലേ റേസ് ആണെങ്കിൽ ഓട്ടത്തിൽ അവസാനത്തെ സ്വല്പം മുമ്പിൽ നിൽക്കുന്ന സതീശനാണ്. ഗോൾ പോസ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമാണെങ്കിൽ സതീശനാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ സതീശനെ മറികടക്കാൻ, അല്ലെങ്കിൽ സതീശനെ ഇടങ്കാലി വെച്ച് വീഴിക്കാനുള്ള മാർഗ്ഗമാണ് ഇവർ അന്വേഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു പരിധിവരെ ആ രീതിയിൽ സതീശൻ്റെ ഭാഗത്ത് സ്വല്പം പാളിച്ച പറ്റിയുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിനെ ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അവിടെയും ലാസ്റ്റ് റൗണ്ട് വന്നപ്പോഴത്തേക്കും സതീശന് അനുകൂലമായി കാര്യങ്ങൾ തിരികെയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മതിക്കേണ്ടി വന്നു, ഞാനിങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡാണ് സതീശൻ ആദ്യം എടുത്തത്. പക്ഷേ സതീശനെയും രാഹുലിനെ മാത്രമായിട്ട് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിൽ തന്നെ ഒത്തിരി നേതാക്കന്മാർ വേറെയുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി നേതാക്കന്മാർ വേറെയുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയാതെ രാഹുലിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു ആരോപണം പെട്ടെന്ന് വന്ന് ഇതിൻ്റെ പേരിലാണ് പ്രകടമായ ആരോപണം വന്നത്. അതിനും ആരോപണം വന്നവരില്ലേ? തീർച്ചയായിട്ടും സർവേയുടെ കാലത്ത് പറഞ്ഞ ആ ആരോപണം കേൾക്കാത്ത രാഷ്ട്രീയ കക്ഷികളുണ്ട്. പറഞ്ഞവരുണ്ടായിരുന്നു. UDFൻ്റെ പഴയ ചരിത്രത്തിലേക്ക് പറഞ്ഞാൽ UDFൻ്റെ പല പ്രമുഖരുടെ പേരിൽ ആരോപണം വന്നിട്ടില്ല. അവരുടെ കൂടെയല്ലേ സതീശൻ നയങ്ങൾ ഇപ്പൊ തന്നെ പെരുമ്പാവൂർ MLA എൽദോസിന്റെ പേരിലുണ്ട്, വിൻസെന്റിന്റെ പേരുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്തിട്ട് ഇവിടെയെല്ലാം വിട്ടുവീഴ്ചയും കോംപ്രമൈസും ചെയ്തിട്ട് ആകെപ്പാടെ ഒരു പീഡനക്കാരനായിട്ട് ഇങ്ങർക്ക് മാത്രമേ ലൈംഗികാവയോ ഉള്ളൂ എന്നുള്ള മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തെ ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് സതീശനോട് ഇത്രയും എതിർപ്പ് വന്നത്. സൈബർ ഗ്രൂപ്പിന് ഇഷ്ടംപോലെയുണ്ട്. CPM തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ, എത്ര വേണം പറയാനുണ്ട്. കോൺഗ്രസിലല്ലാതെ അപ്പുറം പറയാനുണ്ട്. എന്തിന്? കോൺഗ്രസിൻ്റെ പാരമ്പര്യം എടുത്താൽ
തന്നെ എടുത്തു. ആന്ധ്ര ഗവർണറായിരുന്ന ND തിവാരി. ND തിവാരിക്കെതിരായിട്ടൊരു പയ്യൻ വന്ന് കേസ് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞു. കേസ് 3-4 വർഷം നീണ്ടു. അവസാനം കേസിൻ്റെ ഫൈനൽ വിധി വരുന്നതിന് മുമ്പ് ND തിവാരിക്ക് സമ്മതിക്കേണ്ടി വന്നു എൻ്റെ മകനാണെന്ന്. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം. ചീത്ത പാരമ്പര്യമായിരിക്കും, നല്ല പാരമ്പര്യമായിരിക്കും. പക്ഷെ അത്രയ്ക്ക് മാത്രം വിട്ടുവീഴ്ച കാണിച്ച കോൺഗ്രസ് സംഘടന, ഈ രാഹുൽ എന്ന് പറഞ്ഞ പയ്യനെ 35 വയസ്സുള്ള കല്യാണം കഴിച്ചിട്ടില്ല, അവൻ ചില അതിൻ്റേതായ പോക്കൃത്തങ്ങൾ ലഘൂകരിക്കുകയല്ല ചെയ്തിട്ടുണ്ടാവും. അവനെ മാത്രം കുറിച്ചിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ? അവൻ രാഷ്ട്രീയമായി CPMന് വെല്ലുവിളിയാണ്. ഏറ്റവും നമ്പർ 1 അവൻ CPMൻ്റെ ശത്രുവാണ്. സുധാകരന് ശേഷം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിലിന് ശേഷം CPMനെ ഇത്ര ശക്തമായി എതിർത്തൊരു നേതാവ് ഇവന്. അപ്പം അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ സതീശൻ അവിടെ വിട്ടുവീഴ്ച കാണിക്കണമായിരുന്നു. എന്നാൽ പോലും ബെന്നി ബെഹനാൻ ഇപ്പോൾ ഓടിപ്പിടിച്ചിങ്ങ് വന്നു. എന്താ കാര്യം? എന്താ വേറെ അഴിമതിയൊന്നും പ്രശ്നമല്ലേ? ഈ കിഴക്കമ്പലത്തിൻ്റെ അഴിമതി മാത്രമാണോ പ്രശ്നം? അഴിമതി എന്ന് പറയുന്നില്ല, കഴിവുകേട്. ഫണ്ടിൽ ലാപ്സായി എന്നുള്ള ആരോപണമേ ഉള്ളൂ, മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയില്ല. ആ ആരോപണം മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് താല്പര്യമാണ് ബെന്നി ബെഹനാനുള്ളത്? അഴിമതിയാണ്. എന്ത് രാഷ്ട്രീയ താല്പര്യമാണ്? അപ്പോൾ അവിടെ രാഷ്ട്രീയ താല്പര്യം? ബെന്നി ബെഹനാൻ ഇപ്പോൾ ഇലക്ഷനൊന്നും വരുന്നില്ല, പാർലമെൻറ്റ് മെമ്പറാണ്. അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് രാഷ്ട്രീയമായ ക്ഷീണം ആർക്കുണ്ട്? തീർച്ചയായിട്ടും സതീശൻ ഇവിടെ നല്ല വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എന്ത് പറഞ്ഞാലും സതീശന് കൊണ്ട് കിട്ടും. തീർച്ചയായിട്ടും. അതായത് KV തോമസ് പോയിട്ട് ഇവിടെ പിടിച്ചു നിന്നതാണ്. കൊച്ചി KV തോമസിനെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവ് പോയിട്ടും കൊച്ചിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കോട്ടവും തട്ടാതെ കാത്തു സൂക്ഷിച്ച കോട്ടയാണ്. അവിടെ വന്നിട്ട് ബെന്നി ബെഹനാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ബെന്നി ബെഹനാൻ ഇവിടെ കോൺഗ്രസിനെ നന്നാക്കാമെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. എന്താ? അഴിമതി വിരുദ്ധതയാണെങ്കിൽ സമ്മതിക്കാം. അങ്ങനെയാണ് മറ്റ് അതിനേക്കാൾ സീരിയസ് ആയിട്ട് കൈതോലപ്പയാണ് എറണാകുളം ജില്ലയെ സ്പെസിഫിക് ആയിട്ട് പറയാവുന്ന ഒരു അഴിമതി ആരോപണം. എന്താ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? അത് കണ്ടില്ല, അറിഞ്ഞില്ലേ? അതാണ് അകത്തുനിന്ന് പാര വയ്ക്കാൻ പറ്റുന്ന ഒത്തിരി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അകത്തുനിന്ന് സ്നേഹിച്ച് നിൽക്കും, കെട്ടിപ്പിടിക്കും, എന്നിട്ട് ചവിട്ടേണ്ട അടുത്ത് ചവിട്ടും. ആ ചവിട്ട് സതീശനിട്ട് ചവിട്ടിയിരിക്കുക. ഇവിടെ കിഴക്കമ്പലത്തിനിട്ടല്ല ചവിട്ടിയിരിക്കുന്നത്, സതീശനിട്ടാണ് ചവിട്ടിയിരിക്കുന്നത്. സതീശന് അത്ര ഗ്ലാമർ വേണ്ട. അത് ഇവരുടെ ഐക്യത്തെ വരും ഭാവിയിൽ ബാധിക്കുകയും ചെയ്യും. നാളെ ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ കോൺഗ്രസ് ജയിക്കും. അതാണ് ആ ഐക്യത്തിന് തടയിടാനാണ് ഈ ഒരു അങ്ങനെ ഒരു വിജയം ഉണ്ടായ ക്രെഡിറ്റ് ആർക്ക് പോകും? സതീശന് പോകും. സതീശൻ ആ ക്രെഡിറ്റ് പോകും. അങ്ങനെ ഇപ്പോൾ സതീശന് ക്രെഡിറ്റ് വേണ്ട, എനിക്കില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ KPCC പ്രസിഡൻ്റായിട്ട് ഇയാളെ വെക്കണമായിരുന്നു. എന്നാൽ ചിലപ്പോൾ ഇയാളൊന്നും മിണ്ടിയില്ല, അടുത്ത മുഖ്യമന്ത്രി ആയാലും വന്നേനെ. ഒന്നാമത് അവിടെയാണെങ്കിൽ ഒരു ഈ ശ്രീനജനെ പോലെയുള്ള MLA ആയതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതുപോലെ കോൺഗ്രസ് വോട്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടിയത്. കോൺഗ്രസ് വോട്ടിലെ സ്പ്ലിറ്റാണ് ശ്രീജനെ സഹായിച്ചത്. തീർച്ചയായിട്ടും കിഴക്കമ്പലക്കാർ 2020 വോട്ടും 2020 വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മിക്കവാറും കോൺഗ്രസിനാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് മേഖലകളിലാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അത് ബെന്നി ബെഹനാൻ തോൽപ്പിക്കാൻ മാക്സിമം നോക്കിയതാണ്. ആ വിരോധമുണ്ട്, ഒരു പേഴ്സണലായിട്ട് വേണം പറയാം. ചാലക്കുടി പാർലമെൻറ്റിൽ ബെന്നിയെ തോൽപ്പിക്കാനായിട്ടുള്ള പഠിച്ച ഉണിവാനായിട്ട് നോക്കിയതാണ്. പക്ഷേ ബെന്നി കോൺഗ്രസിൻ്റെ ബലത്തിൽ ജയിച്ചു. കോൺഗ്രസ് വോട്ടിൻ്റെ ബലത്തിൽ ചാലക്കുടി ബേസിക്കലി ചാലക്കുടിയിൽ PC ചാക്കോ വരെ തോറ്റ സ്ഥലമാണ്. ജയിച്ചത് ഇന്നസെന്റ് ആണ്. അത് രാഷ്ട്രീയം, അത് രാഷ്ട്രീയമാണ്. അത് വേറൊരു രാഷ്ട്രീയം. ചാക്കോ അന്ന് സജീവ I ഗ്രൂപ്പുകാരനാണ്. അതെ, A ഗ്രൂപ്പുകാർ മൊത്തം സാമാന്യഗതിയിൽ അങ്ങ് സഹായിച്ചു കൊടുത്തു. അതൊക്കെ വേറെ ചരിത്രം. അപ്പം ആ പാരമ്പര്യമാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ പിന്തുടരുന്നത്. ആവശ്യമില്ലാത്തൊരു വർത്തമാനമായിപ്പോയി. ആങ്ങളെ മരിച്ചാലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നുള്ള മനസ്സുമായിട്ട് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം തിരിയുകയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഭയങ്കര വില്ലാളി വീരനായിട്ട് അവതരിപ്പിച്ച് അയാളെ ഇല്ലാതാക്കിയതാണ്. പാലക്കാട്ടെ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തെ ഭയങ്കരമായിട്ട് ധൈര്യം കൊടുത്തു. നീ ധൈര്യമായിട്ടൊന്നും ഞങ്ങളെല്ലാം കൂടെയുണ്ട്. അത് പറഞ്ഞ് ഈ പയ്യൻ പാവം പിടിച്ച് രാഹുൽ മാങ്കൂട്ട ആവശ്യമില്ലാത്ത വിഡിത്തങ്ങളെല്ലാം കയറി പറഞ്ഞു. മറിച്ച് എന്തെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇന്നലെ പറഞ്ഞ കാര്യം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നെങ്കിൽ വെല്ലുവിളിക്കായിരുന്നില്ല വേണ്ടത്. ക്ഷമാപണത്തോടെ ജനങ്ങളെ കാണണമായിരുന്നു. അല്ല എനിക്കിത് നിയമപരമായ അവകാശമുണ്ട്, അത് ഞാൻ ചെയ്തു എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിപ്പോവുള്ളൂ. ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രേരിപ്പിച്ചവർ വേറെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും തോളിൽ കൈയിട്ട് നടന്ന് ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞ് നടന്ന നേതാക്കന്മാരുണ്ട്. അവർ പാലക്കാട് അതിനുശേഷവും ഉമ്മൻചാണ്ടിയുടെ പോയപ്പോൾ ഞാനാണ് ഇവരുടെ തോളന് കൈപിടിയല്ല. ഇപ്പോൾ ക്യാമറ വരുമ്പോൾ ആ മനുഷ്യൻ്റെ കസ്റ്റഡിയിലാണ് ഈ രണ്ടുപേരും നിൽക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഓരോ ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബെന്നി ബെഹനാൻ ഇപ്പോൾ വന്ന് ചെയ്തിരിക്കുന്നത് പല സ്ഥലത്തും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കാനുള്ള ചരിത്രമാണ്. തരൂരിനെ കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ബെന്നി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എറണാകുളത്ത് നേതാക്കന്മാരില്ലായിരുന്നോ? എറണാകുളത്ത് MLA റോജി എം ജോൺ അപ്പുറം അങ്കമാലിലുണ്ടല്ലോ. അതെ, പറയാമായിരുന്നല്ലോ. പെരുമ്പാവൂർ എൽദോസ് ഉണ്ടല്ലോ, പറയാമായിരുന്നല്ലോ. ഇപ്പോൾ ആലുവയിലുണ്ടല്ലോ, പറയാമായിരുന്നല്ലോ. അവിടെ MP ഇവിടെ ഒന്ന് പറയണോ?
ഈ ആരോപണം. അല്ലെ ഇവരോട് ആരോപണം പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിച്ചാൽ പോരെ, എന്തിനാണ് വന്നത്? അപ്പോൾ CPM-ഉം അത് ശ്രീനിജൻ ജയിക്കുമ്പം അവിടെ കോൺഗ്രസ് തോറ്റു. അതെ, അത് വീണ്ടും ആവർത്തിക്കാൻ, ആ ബന്ധം ഒന്ന് ആലോചിക്കാൻ, പുതുക്കിപ്പണിയാനാണോ വന്നതെന്ന് മാത്രം സംശയമുണ്ട്. മാത്രമല്ല, ബെന്നി ഹൈക്കമാൻഡ് അനുവദിക്കുമെങ്കിൽ പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനും റെഡിയാണ്. രണ്ടുമുണ്ട്. അങ്ങനെ ഒരു താല്പര്യം, അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരിൽ ഒരാളാണ്. അങ്ങനെ എല്ലാ കോൺഗ്രസ് എംപിമാർക്കും ആ താല്പര്യമുണ്ട്. അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ഇത് കാണാതെ ഭൂരിപക്ഷം ചാലക്കുടി കുറഞ്ഞു വരികയാണ് കോൺഗ്രസിൻ്റെ. ഏറ്റവും 67 പോലും കോൺഗ്രസ് ജയിച്ച അസംബ്ലി നിയമങ്ങളാണ് ചാലക്കുടി. അതെ, അവിടെ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു. അത് ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരുടെ കൈകളിലേക്ക് കോൺഗ്രസ് സംഘടനയുടെ നിയന്ത്രണം പോയി, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പോയി. അവരാണ് കോൺഗ്രസിൻ്റെ ഘാതകരായിട്ട് പ്രവർത്തിക്കുന്നത്.